അസ്സലാമു അലൈക്കും. വെൽക്കം ടു ദിസ് പെപ്പെ ക്യാൻഡി. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ഓണസദ്യ ഉണ്ടാക്കിയ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ മുൻപ് ഒരു 11 ഓണസദ്യ വിഭവങ്ങൾ റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികൾ. അപ്പോൾ ഇതും അതേ റെസിപ്പി തന്നെയാണ്. അത് കാരണം റെസിപ്പി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടാതെ ഇഞ്ചി പുളിയും മാങ്ങാക്കറി അങ്ങനെ നേരത്തെ ഉണ്ടാക്കി വയ്ക്കാവുന്ന വിഭവങ്ങളുടെ റെസിപ്പി ലിങ്കും നമ്മുടെ പരിപ്പ് പ്രഥമൻ, അരിപ്പായസം, തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ബോളി, അതിൻ്റെയൊക്കെ റെസിപ്പിയും ഞാൻ താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. സദ്യയിൽ ഞാൻ സ്ഥിരം എൻ്റെ വീട്ടിലുള്ളവരുടെ എല്ലാം ഫേവറേറ്റ് കറികൾ മാത്രം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് പരിപ്പ് കറി. ഇപ്പോൾ പരിപ്പ് കറി ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചെറുതായിട്ടൊന്ന് വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട്. അപ്പോൾ അത് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി ഒരു കഷ്ണം ഞാൻ ഇടുന്നുണ്ട്, ഓപ്ഷണലാണ്. എന്നിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ശേഷം അരപ്പിനായിട്ട് മഞ്ഞളും ജീരകവും ഒന്ന് അരച്ചിട്ട് മയത്തിലരച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കുക കേട്ടോ. 2 വിസിൽ പരിപ്പ് വേവിച്ചതിന് ശേഷം ഈ ഒരു അരപ്പും ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. പരിപ്പ് കറി റെഡിയായി. അപ്പോൾ ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തൈര് ചേർക്കുന്ന കറിയായാലും അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുന്ന കറിയായാലും ഏറ്റവും ഉചിതം അവസാനം ഉപ്പ് ചേർക്കുന്നതാണ് കേട്ടോ. ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓരോ വിഭവത്തിനും അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാം. വെറും കുക്കിങ്ങും പിന്നെ അരപ്പ് ചേർത്താൽ മതിയല്ലോ. അരപ്പ് മിക്കവാറും എല്ലാ കറിക്കും ഓൾമോസ്റ്റ് സെയിം അരപ്പായിരിക്കും. 1-2 കറിക്ക് മാത്രമേ ഉള്ളൂ ചെറിയൊരു വ്യത്യാസം. അപ്പോൾ ഇതിപ്പോൾ അവിയൽ ഉണ്ടാക്കുകയാണ്. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. വെജിറ്റബിൾസ് ഒരുപാട് കുഴഞ്ഞു പോകരുത്, കാരണം ആ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ. ചട്ടിയിലാകുമ്പോൾ നല്ല പെട്ടെന്ന് ഒരേ തീയിൽ അത് കുക്കായി വന്നോളും. ഇനി അരപ്പിനായിട്ട് തേങ്ങ, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി അതൊന്ന് അരച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള തൈരോ അല്ലെങ്കിൽ വാളൻപുളി പിഴിഞ്ഞതോ അല്ലെങ്കിൽ പച്ചമാങ്ങയോ ചേർക്കാം. പച്ചമാങ്ങയാണെങ്കിൽ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളോടൊപ്പം തന്നെ വേവിക്കണം. ശേഷം കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് അവിയൽ റെഡി. അടുത്തത് കൂട്ടുകറിയാണ്. ഇപ്പോൾ കൂട്ടുകറിക്ക് നേരത്തെ നമുക്ക് ചെയ്ത് വെക്കാനുള്ളൊരു കാര്യം കടല വേവിച്ച് വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്നാലും മതി. ചേനയും പച്ചക്കായും ഒരു ഈക്വൽ എമൗണ്ടാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് വെള്ളവും പിന്നെ നമ്മൾ കടല കുതിർത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. അതൊരു 1/4 കപ്പ് കടല മതി. ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. കാര്യം ചേന ആയാലും പച്ചക്കായാലും കുറച്ച് വേവ് കൂടുതലുള്ളതാണ്. കടലയെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായി കുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ അവിയലിന് ചേർത്ത അതേ അരപ്പാണ് ഞാൻ മിക്ക വിഭവങ്ങളിലും ചേർക്കുന്നത്. ഇനി കൂട്ടുകറിയെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ശർക്കര ഒരല്പം ചേർക്കുന്നതും പിന്നെ ഈ ഒരു താളിപ്പിലുമാണ്. ഈ താളിക്കാനായിട്ട് നമ്മൾ കടുക് വറുത്തതിന് ശേഷം വേണമെങ്കിൽ ഉഴുന്നുപരിപ്പും കൂടെ ചേർക്കാം. അതിലേക്ക് നാളികേരവും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വറുത്ത് ഇടുന്നുണ്ട്. ഈ ഒരു താളിപ്പ് ഇത് തന്നെയാണ് നമ്മൾ എരിശ്ശേരിക്കും ചേർക്കുന്നത്. അപ്പോൾ നമുക്കിനി എരിശ്ശേരി ഉണ്ടാക്കിയാലോ. ഞാൻ മുൻപ് കാണിച്ച വീഡിയോയിൽ, അതായത് മുൻപുള്ള ഓണം റെസിപ്പിയിൽ ഞാൻ മത്തങ്ങ കൊണ്ടല്ല ചേന കൊണ്ടുള്ള എരിശ്ശേരിയായിരുന്നു കാണിച്ചിരുന്നത്. ഇത് മത്തങ്ങ കൊണ്ടുള്ള എരിശ്ശേരി കേട്ടോ. അപ്പോൾ മത്തങ്ങ കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ വൻപയർ കുതിർത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കുക്ക് ചെയ്ത് വരണം. പെട്ടെന്ന് കുക്കാവും, കാര്യം മത്തങ്ങ ഓൾറെഡി പെട്ടെന്ന് കുക്കാവുന്നതാണ്. വൻപയർ നമ്മൾ കുതിർത്ത് വെച്ചാണല്ലോ, തലേദിവസം കുതിർത്ത് വെച്ചത്. അപ്പോൾ അത് രണ്ടും പെട്ടെന്ന് കുക്കാവും. അതിലേക്ക് നമ്മൾ നാളികേരവും മഞ്ഞൾപ്പൊടിയും ജീരകവും പച്ചമുളകും കൂടെ അരച്ചത്, അതായത് അവിയലിൻ്റെ അതേ കൂട്ട് തന്നെ ഞാൻ ഇതിനകത്തും ചേർക്കുന്നത്. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഞാൻ മുൻപ് നമ്മൾ കൂട്ടുകറിക്ക് ചേർത്ത അതേ താളിപ്പ് തന്നെ ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ ആദ്യം വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കും, പിന്നെ അതെല്ലാം കുക്ക് ചെയ്ത് വെക്കും, അവസാനമാണ് എല്ലാത്തിലും താളിപ്പ് ചേർക്കുന്നത്. പക്ഷേ ബിഗിനേഴ്സിന് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഓരോ കറിക്കും അതിന് ചേരുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ്. അടുത്തത് സദ്യയുടെ മെയിൻ വിഭവമായ സാമ്പാർ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് വെജിറ്റബിൾസൊക്കെ നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തുവരപ്പരിപ്പ് അല്ലെങ്കിൽ മസൂർ ദാൽ ഉപയോഗിക്കാം. ഞാനിവിടെ തുവരപ്പരിപ്പ് എടുത്തേക്കുന്നത്. നന്നായി കഴുകി
ചെറിയുള്ളിയും പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള വേണമെങ്കിലും ചേർക്കാം. എന്നെപ്പോലെ മടിയുള്ളവരാണെങ്കിൽ സവോള എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയുള്ളി അല്ലെങ്കിൽ പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി കൂടുതൽ ചേർക്കുമ്പോൾ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം എപ്പോഴും പരിപ്പ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ ഒഴിക്കണം. ഇത് 2 വിസിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ സാമ്പാർ പൊടി മാത്രം ചേർത്താലും മതി. പക്ഷേ ഞാനെപ്പോഴും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നത്. ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നമുക്കൊന്ന് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് 1 വിസിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നീട് ഇതിനകത്തേക്ക് വാളൻപുളി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും അല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ അത് കണക്കാക്കി ചേർത്ത് കൊടുക്കുക. പിന്നെ കടുക് താളിച്ച് ചേർക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. അടുത്തത് വെള്ളരിക്ക പച്ചടിയാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ എപ്പോഴും ഒരുമിച്ചാണ് ചെയ്യുന്നത്. വെള്ളരിക്ക പച്ചടിയും ബീട്രൂട്ട് കിച്ചടിയും. അതിൻ്റെ പേരെന്താ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ അതിനെ വിളിക്കുന്നത്. അപ്പോൾ വെള്ളരിക്ക ഒന്ന് കുക്ക് ചെയ്ത് അതിനകത്തേക്ക് പച്ചമുളകിട്ട് അത്യാവശ്യം മാത്രം വെള്ളം ഒഴിക്കുക. കാര്യം കൂടുതൽ വെള്ളമായിപ്പോയാൽ ഇത് ഭയങ്കര റണ്ണി ആയിപ്പോവും. അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിക്കുക കേട്ടോ. വെള്ളരിക്ക പെട്ടെന്ന് കുക്കാവും. അപ്പോൾ അത് കാരണം ആവശ്യത്തിന് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാലും മതി, അടിക്ക് പിടിക്കാതിരിക്കാൻ. എന്നിട്ട് നാളികേരവും പച്ചമുളകും ഇഞ്ചിയും ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളരിക്ക പച്ചടിയുടെ കൂട്ട്. ജീരകവും കറിവേപ്പിലയും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. പിന്നെ വേണമെങ്കിൽ 2 ചെറിയുള്ളിയും കൂടെ ചേർക്കാം, പക്ഷെ ഞാൻ ഈ ഒരു അരപ്പിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട തൈരില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റാണ് ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തൈര് ചേർക്കുന്ന വിഭവങ്ങളിൽ നമ്മൾ ഉപ്പ് ലാസ്റ്റ് ചേർക്കുന്നതായിരിക്കും ഉചിതം, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോവും. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പച്ചടി റെഡി. അടുത്തത് ബീട്രൂട്ട് പച്ചടിയാണ്. ബീട്രൂട്ട് പച്ചടിയാണോ കിച്ചടിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൽ ഞാൻ കടുക് ചേർക്കാറില്ല, അപ്പോൾ അത് കാരണമായിരിക്കും ആ പേരിലുള്ള വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു. ബീട്രൂട്ട് നന്നായി നല്ല കളറുള്ള ബീട്രൂട്ട് വാങ്ങിക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലൊന്ന് 1 വിസിലടിച്ചാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മൺചട്ടിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി വെന്ത ശേഷം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ തരിതരിപ്പായിട്ട് ഉടച്ചെടുക്കണേ, എന്നാലേ അതിനൊരു ടേസ്റ്റുള്ളൂ. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങയും ഇഞ്ചിയും ജീരകവും പച്ചമുളകും ഒന്ന് അരച്ചെടുക്കുക. കറിവേപ്പിലയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ട് നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് കട്ട തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉപ്പും ചേർത്തിട്ട് നമുക്ക് താളിച്ചെടുക്കാം. അടുത്തത് സദ്യയുടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവമായ കാളനാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ചേന ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുക്കറിലൊരു വിസിൽ അടിച്ചെടുക്കാം, പക്ഷേ ഞാനിവിടെ മൺചട്ടിയിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഉടച്ചെടുക്കണം. അതായത് നന്നായി കുക്ക് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി വെള്ളം ഒഴിച്ച് നന്നായി മൺചട്ടിയിൽ നന്നായിട്ട് കുക്കാവും കേട്ടോ. നമ്മൾ ആ മണ്ണിൻ്റെ ആ ചട്ടിയുടെ ചൂട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി, പെട്ടെന്ന് കുക്കാവും. ഇനി ഞാനൊരു തവി ഉപയോഗിച്ച് ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അവിയലിന് ഉപയോഗിച്ച അതേ അരപ്പാണ് കേട്ടോ. മഞ്ഞളും ജീരകവും പച്ചമുളകും ഇതിനകത്ത് തേങ്ങയും ഒന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പൊന്ന് കുക്കായതിന് ശേഷം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം 1 തിള വരുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചട്ടിയുടെ ചൂടിൽ ഇതൊന്നും കൂടെ കുക്കാവേ, അപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം 1 തിള വരുമ്പോൾ ഇത് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാളൻ റെഡി. അടുത്തത് ഓലനാണ്. സദ്യയിൽ ഒരു അധികം വികാരമൊന്നും ഇല്ലാത്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഉണ്ടാക്കാനായിട്ട് അച്ചിങ്ങാപ്പയറും വൻപയർ കുതിർത്തതും കുമ്പളങ്ങയും കൂടെ തേങ്ങയുടെ 2ാം പാലിൽ കുക്ക് ചെയ്തെടുക്കണം. നന്നായി കുക്ക് ചെയ്തതിന് ശേഷം 1ാം പാല് ചേർത്ത് 1 തിള വരുമ്പോൾ ഓഫ് ചെയ്യുക. അതിനുശേഷം അതിനകത്തേക്ക്
പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുക്കുക. നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഓണസദ്യയുടെ വിഭവങ്ങൾ ഇവിടെ അവസാനിച്ചു. തോരനും പുളിശ്ശേരി അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി മുൻപത്തെ സദ്യ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ സദ്യ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് അരിഞ്ഞ് വെക്കുക. കടലയും നമ്മളെ വൻപയറും ഒന്ന് കുതിർത്ത് വയ്ക്കുക. അത് തലേദിവസമേ കുതിർത്ത് വയ്ക്കുക. പിന്നെ നാളികേരം, ജീരകം, പച്ചമുളക്, കറിവേപ്പില എന്ന കോമൺ ആയിട്ടുള്ള അരപ്പ് കുറച്ച് കൂടുതൽ അരച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ താളിച്ച് ചേർക്കുമ്പോൾ എരിശ്ശേരിക്കും കൂട്ടുകറിക്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഒരേപോലത്തെ താളിപ്പാണ്. അപ്പോൾ അത് നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പമായിരിക്കും. മുൻപ് ഞാൻ ചെയ്ത സദ്യ റെസിപ്പി വീഡിയോ ഒരുപാട് പേർക്ക് ബിഗിനേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരുപാട് നന്ദി. ഈ ഒരു വീഡിയോയും കുറച്ച് പേർക്കെങ്കിലും ഉപയോഗപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം സൂസ് വിത്ത് കാൻറ്റി.